നമസ്കാരം, സുഖമല്ലേ എല്ലാവർക്കും? ഗായ്സ്, ചൂടൊട്ടും സഹിക്കാൻ വയ്യ ഗായ്സ്, വേർത്ത് കുളിക്കുകയാണ്. ഞാൻ ദേ ഇപ്പം അങ്ങോട്ട് കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. 5 മിനിറ്റ് പോലും ആയില്ല, ദേ കുളിച്ചു, വേർത്ത് കുളിക്കുകയാണ്. ഭയങ്കര ചൂടാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്റ്റേ ഹൈഡ്രേറ്റഡ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഫേസും ഒക്കെ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ചൂടധികം ബോഡിയിൽ ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത്, ടാനൊന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ സ്കിൻ ഇച്ചിരി സേഫ് ആയിട്ടിരിക്കാനും ഫേസും ബോഡിയും ഒക്കെ കവർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്ന എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ബ്യൂട്ടി വ്ളോഗ് ചെയ്യാനുള്ളൊരു ചെറിയ പ്ലാനാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയാണെങ്കിൽ എന്നും രാവിലെ പുറത്ത് പോകുന്നതാണ്. അപ്പം ചൂട് നന്നായിട്ട് കൊള്ളുന്നതുകൊണ്ടായിരിക്കും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്നു, ഇങ്ങനെ ഡാർക്ക് പാച്ചസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഫേഷ്യൽ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാനുള്ള പ്ലാനാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഗൗരിമോൾ ഇതേപോലൊരു ഫേഷ്യൽ കിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് പറയുന്ന പോലെ ഗൗരി നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടൊരു ഫേഷ്യൽ കിറ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു. ഒരു ന്യൂട്രി ഗ്ലോയുടെ പപ്പായ ഫേഷ്യൽ കിറ്റ്. അപ്പോൾ അത് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഫേഷ്യൽ കിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം, ന്യൂട്രി ഗ്ലോയുടെ പപ്പായ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ്. സാധാരണ നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ അവർ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യുമ്പം ഉപയോഗിക്കുന്ന പോലെ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് നോക്കുകയാണ്. ഇത് പപ്പായ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ് ഫോർ ബ്ലെമിഷ് ഫ്രീ ഫെയറർ കോംപ്ലെക്ഷൻ. ഫെയറർ കോംപ്ലെക്ഷൻ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും ബ്ലെമിഷൊക്കെ ഒന്ന് പോയി ആ ഒരു ഡാർക്ക് ഹെഡ്സും അതൊക്കെ ഒന്ന് പോവായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫേഷ്യൽ കിറ്റ് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ക്ലയൻ്റായിട്ട് ഇവിടെ ക്ഷണിക്കുന്നത് മിസ്സസ് അനിത പ്രസാദിനെയാണ്. കൊന്നാൽ അമ്മ വീഡിയോ എടുക്കാൻ വരത്തില്ല, അമ്മയ്ക്ക് വയ്യ, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. കുറേ കാലം പിടിച്ചു, എന്നിട്ടൊന്നും കേൾക്കുന്നില്ല. ലാസ്റ്റ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്നെ ചെയ്യേണ്ടി വന്നു. നാളെ എന്നെ കെട്ടിച്ചു വിട്ടാൽ ഞാൻ ആ ചെക്കൻ്റെ അമ്മയുടെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം അമ്മ അന്ന് ആലോചിക്കും, അയ്യോ എൻ്റെ കൂടെ വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു ഫീല് അമ്മയ്ക്ക് നാളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റെഡിയായി, നമുക്ക് എന്തായാലും പോയി ചെയ്ത് നോക്കാം. നമുക്കിത് ഈ പപ്പായ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. മൊത്തം 6 ഐറ്റംസ് ആണ് ഉള്ളത്. 6 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഒരു ക്ലെൻസറാണ്, ഒരു ഡീപ്പ് ക്ലെൻസർ. പിന്നുള്ളത് ഒരു സ്ക്രബാണ്, ആ സ്ക്രബ് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്. പിന്നുള്ളത് ഒരു ജെല്ലാണ്, നറിഷിംഗ് ജെൽ. പിന്നെ ഒരു വൈറ്റനിങ് ക്രീമുണ്ട്. വൈറ്റനിങ് ക്രീം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പാക്കാണ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് ടച്ചപ്പിനായിട്ട് ഒരു സീറമും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ 6 സ്റ്റെപ്പാണ് മൊത്തത്തിലുള്ളത്. 6 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് എന്ത് ഇഫക്റ്റ് ഉണ്ടാവും ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇപ്പോൾ വരും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോട്ട് സീറ്റ്. ഈ ഹോട്ട് സീറ്റിലേക്ക് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം മിസ്സസ് അനിത പ്രസാദ്, വരും. അതൊക്കെ വന്നാൽ ഓക്കെ, ഇരുന്നോളൂ. ബി കംഫർട്ടബിൾ മാം. ഇവിടെ വളരെ നല്ല സർവീസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഐ യു കംഫർട്ടബിൾ മാം? യെസ്, ഓക്കെ. അപ്പം സ്കിന്ന് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. വെറ്റ് സ്കിന്നിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫ്രൂട്ട് ഫേഷ്യൽ. അപ്പം നമ്മളിത് വെറ്റ് സ്കിന്നിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് മുഖം ഒന്ന് തുടച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈ ക്ലെൻസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു 2 to 3 മിനിറ്റ്സ് നല്ല സർക്കുലർ മൂവ്മെൻറ്റ്സ് ആയിട്ട് മുഖത്ത് തേച്ച് കൊടുക്കുക. ഒത്തിരി റഫായിട്ട് ചെയ്യരുത്, വളരെ ജെൻറ്റിലായിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ക്ലെൻസർ ഇട്ട് കഴിഞ്ഞ് അഗെയിൻ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് മൊത്തം ഒന്ന് റിമൂവ് ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. ഈ സ്ക്രബ് ഇതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് ഇതേപോലെ അഗെയിൻ സർക്കുലർ മൂവ്മെൻറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് തേച്ച് കഴിഞ്ഞിട്ട് നല്ല ക്ലീൻ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക. അടുത്തതായിട്ടുള്ളത്
ജെല്ലാണ്. ജെല്ലും ഇതേപോലെ സർക്കുലർ മൂവ്മെൻറ്റിൽ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരു 8 to 10 minutes ചെയ്യാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ ജെൻറ്റിലായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, ഒത്തിരി റഫായിട്ട് ചെയ്യാനായിട്ട് പാടില്ല. ക്ലീൻ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തിട്ട് അതേ വെറ്റ് സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വൈറ്റനിങ് ക്രീമാണ്. ഇത് നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നത് വരെ ചെയ്യുക. ഒരു മാക്സിമം 12 to 15 minutes നന്നായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. വൈറ്റനിങ് ക്രീമിന് ശേഷം നമ്മൾ വാഷ് ചെയ്യത്തില്ല, അതിൻ്റെ മേലെ തന്നെയാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ലെയർ നമ്മൾ സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊരു സെമി ഡ്രൈ ആവുന്നത് വരെ അതേപോലെ ലെറ്റ് ഇറ്റ് ബി. നന്നായിട്ട് ഒരു സെമി ഡ്രൈ ആയി ഉണങ്ങിയതിന് ശേഷം ലൂക്ക് വാം വാട്ടറിൽ നമ്മളത് കഴുകും, ചെറു ചൂടുവെള്ളത്തിൽ. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാൻ പോവാണ്. അപ്പോൾ പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സിറം അപ്ലൈ ചെയ്യാണ്. ഒരു 2 drops ഒക്കെ മതിയാവും. നിങ്ങളുടെ ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇത് ചെയ്യണം എന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതേപോലെ വിട്ടേക്കാം, വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആയി. പാർലറിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ആമസോണിൽ നിന്ന് ഞാൻ 350 rupeesനാണ് ഈ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.